പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ത്രിയേക ദൈവത്തിന് അതിധന്യ നാമത്തിന് തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ ഇവാനുവസ് തിരുമേനി നാട്ടിലാണെങ്കിലും ഹിസ് presence is always revered. We pray our reverence to him at this time and remember him during our prayers. Respected Ebi Achin, Vice President of Diocesan MVS, respected Vice President Achins of all the regions who have joined today, all the respected clergies, all the respected elders, my dear mothers, all our former diocesan leaders, all the current and former regional and unit secretaries, Elizabeth Auntie, our prayer coordinator, all the Kochimas, and especially Vinu Kochima, who is joining us from beyond the seven seas. നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്ത വിനു കൊച്ചുമ്മയും പ്രത്യേകിച്ച് ഓർക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. And all my dear sisters who have joined today from their workplaces and from their humble abode, from their homes. On behalf of the Diocese of Southwest America, I welcome you all to this blessed fasting prayer. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ ഈ പ്രാർത്ഥന കൂട്ടത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വലിയ നോയമ്പിന്റെ 5ാം വെള്ളിയാഴ്ചയാണ്. This is the 5th Friday of the Great Lent. Or I can say it's the Friday before the 40th Friday of the Great Lent. Praying that this Lent, God in his great mercy melts our stoned hearts and enables us to move closer to him each day of our life. I welcome you all once again. In Hebrews chapter 10, verse 24 and 25 says, "Let us consider one another in order to stir up love and good works, not forsaking the assembling of ourselves together, but exhorting one another, so much more as you see the day approaching." പ്രാർത്ഥന യോഗങ്ങൾ ഉപേക്ഷിക്കാതെ പരസ്പരം സ്നേഹത്തിലും സൽപ്രവൃത്തികളും ഉത്സാഹം കൂട്ടുവാൻ നമ്മൾ അന്യോന്യം സൂക്ഷിക്കണം. ആ ദിവസം അടുത്തു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യണം. ദൈവം ചേർത്ത് വെച്ച ഈ കൂട്ടായ്മകളെ മാനിച്ചുകൊണ്ട് ദൈവം തന്ന എല്ലാ ദാനങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫാസ്റ്റിംഗ് പ്രെയർ തുടങ്ങാം. As Romans 12:12 says, "Rejoice in hope, be patient in tribulation, be constant in prayer." I prayerfully request today that Ebi Achin start our prayer with the opening prayer. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നു വന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയും നന്മകളും ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരെ എല്ലാവരെയും നിന്റെ സന്നിധിയിൽ ഓർക്കുന്നു. നീ അവരുടെ ആവശ്യഭാരങ്ങളിലും ആഗ്രഹങ്ങളിലും കൂടെ ഇരിക്കണമേ. ഈ പരിശുദ്ധ നോമ്പ് അനുഗ്രഹത്തിനായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാകണം. കടന്നു വരുന്ന വഴികളിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ നന്മകളെ ഓർത്ത് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഇടത്തേക്കുള്ള യാത്രയായി ഞങ്ങളുടെ യാത്ര പൂർത്തീകരിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. സകല നന്മയിലും അനുഗ്രഹത്തിലും ഞങ്ങളെ നിറയ്ക്കണമേ. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും ഓർക്കുന്നു. ആശുപത്രികളിലും വീടുകളിലുമായി രോഗത്തിൽ കഴിയുന്ന എല്ലാവരെയും തൃക്കൺ പാർക്കണമേ. നിന്റെ ദൃശ്യമായ വലതുകരം നീട്ടി അവരെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും എല്ലാവരെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. അവർക്കെല്ലാം ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ യുവാക്കളെയും യുവതികളെയും ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാം തിരുസന്നിധിയിൽ തരും. അവരവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നെ അറിഞ്ഞ് ജീവിപ്പാനും നിന്നോട് ചേർന്ന് ജീവിപ്പാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. സഭയിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ. സഭയെ നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ബാവാതിരുമേനിയെയും എല്ലാ മെത്രാപ്പൊലീത്തന്മാരെയും തൃക്കരങ്ങളിൽ തരണം. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. അഭിവന്യ തിരുമേനിയെയും ഇതിനെ ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും നിന്റെ സന്നിധിയിൽ ഓർക്കും.
ഈ ഭദ്രാസനത്തെ മുൻപോട്ട് നയിപ്പാനുള്ള ശക്തിയും ബലവും ആരോഗ്യവും ബുദ്ധിയും വിവേകവും അവർക്ക് നൽകി സഹായിക്കണമേ. പ്രത്യേക ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ വീണുപോയിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ തരും. ജീവൻ നഷ്ടപ്പെട്ടു പോയവർ, ആക്രമണങ്ങളിൽ പരിക്കേറ്റ് കഴിയുന്നവർ, ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, അവരെല്ലാം തിരുസന്നിധിയിൽ ഓർക്കും. എങ്ങും സമാധാനം നൽകണമേ. ആടിയുലഞ്ഞ വഞ്ചിയിൽ നീ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് ശാന്തമാക്കി അതിനെ അനുഗ്രഹിച്ച ദൈവം, ലോകമൊക്കെയും നടക്കുന്ന അസമാധാനത്തിന്റെ അനുഭവങ്ങളെ അവിടുന്ന് ശാന്തമാക്കണമേ. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ കാത്തു പരിപാലിക്കണം. സകല സൃഷ്ടികളെയും നിന്റെ സന്നിധിയിൽ സമാധാനത്തോടെ ജീവിപ്പാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കണം. ഞങ്ങളെ വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിൽ ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം എപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. താങ്ക് യു അച്ഛാ. ഇന്നത്തെ ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് ഷിക്കാഗോ റീജിയനിലുള്ള സെന്റ് മേരീസ് ചർച്ച് ഫ്രം ഓക്ക് ലോൺ ആണ്. I welcome everyone who has joined from that region and our sisters who would be leading us today in scripture, verses, hymns, and prayers. Praise the Lord. Praise, O servants of the Lord. Praise the name of the Lord. Is anyone among you suffering? Let him pray. Is anyone cheerful? Let him sing praise. ദൈവത്തെ വീണ്ടും വീണ്ടും സ്തുതിപ്പാനും യാചിക്കാനും. I call Miss Sybil Philip to unmute and sing. Can you hear me? Kekamo. Yes, yes. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിവോലുമാരൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിവോലുമാരൂപം. തുളുമ്പുമെൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു, അനന്തമാം ജീവിത ഭാരം ചുമന്നു ഞാൻ നിന്നു, പാദം തളരുമ്പോൾ തണലിൻ വരമായി നീ, ഹൃദയം മുറിയുമ്പോൾ അമൃതിനുറവായി നീ, എന്നാലും ആശ്രയം നീ മാത്രം എന്നാഥാ, തുടയ്ക്കുകൻ കണ്ണീർ. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിവോലുമാരൂപം. കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ, ഒരായിരം സാന്ത്വനമായി ഉയർത്തുമല്ലോ നീ, ഒരു പൂവിരിയുമ്പോൾ പൂന്തേൻ കിനിയുമ്പോൾ കാറ്റിൻ കുളിരായി നീ എന്നെ തഴുകുമ്പോൾ,
ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിവോലുമാരൂപം കനിവോലുമാരൂപം കനിവോലുമാരൂപം. താങ്ക് യു. കണ്ണുനീരിലും പ്രയാസത്തിലുമൊക്കെ ആ മുഖം നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ്. മൂവിംഗ് ഫോർവേഡ്, beg for knowledge, plead for insight, look for it as hard as you would for silver or some hidden treasure. Now Ms. Smita Koshi will read the scripture verses for us from St. John chapter 9 verses 1 through 17. As we listen to the scripture verses, let us sit fearfully and have reverence for the Lord. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 17 വരെ. ബാരക്മോർ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്നവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിനവൻ, യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി, ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്നുത്തരം പറഞ്ഞു. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവന്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായക കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. ബാരക്മോർ. What a powerful scripture. Whose sin caused him to be born blind? നമ്മൾ എപ്പോഴും ഇത് ചോദിക്കാറുണ്ട്, ആരുടെ തെറ്റ് മൂലമാണ് ഞാൻ അനുഭവിക്കുന്നത്? If you put it across in a different way, we all feel that we have done no wrong and point our fingers at the others, looking for a scapegoat to put on our transgressions. നമ്മുടെ കുറവുകൾ മറ്റുള്ളവരുടെ മേൽ ചാർത്തുവാനായിട്ട് നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശ്രമിക്കാറുണ്ട്. And no, when we realize this should not lead us to guilt as the evil one would tempt us to, but this should be leading us to repentance and seeking forgiveness from the eternal one. And as Jesus said, he is blind so that God's power might be seen at work in him. So this fasting prayer, let us all ask God to work his glory through us, in us,
His grace is enough for us. That realization is enough for us. May He work in us. Praise the Lord. Thank you, Smita, for that scripture verse. ഇന്ന് നമുക്ക് തിരുവചനം കേൾപ്പിച്ചു തന്ന ലീന, മഞ്ജു ആൻഡ് സ്മിത ഇവരെയും ഇവരുടെ കുടുംബത്തെയും നമ്മൾ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാണല്ലോ. If we confess our sins, He is faithful and just to forgive us our sins and cleanse us from all unrighteousness, putting our faith in His word. Now, let us bow our heads down in prayer as Abiyachan would lead us into Kauma Prarthana and Anudama Prarthana. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണ ചെയ്ത മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പാർക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരകയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ ശ്ലീവായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവേ, നീ എന്റെ ദൈവമാകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലങ്കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹ, എന്റെ വായ് നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. താങ്ക് യു അച്ഛ. എത്ര സ്തുതിച്ചാലും കീർത്തിച്ചാലും മതി വരില്ല. ദൈവത്തെ വീണ്ടും വീണ്ടും സ്തുതിപ്പാൻ പ്രാർത്ഥനയോടുകൂടെ ഇപ്പം ജിഷ ജോൺസൺ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ജിഷ. ജിഷ, have you joined? She has Shini, so she should be coming online anytime. She has joined. I do not see her. Do you want to check it? Do you have a number? കേൾക്കാമോ? കേൾക്കാം. Sorry. No problem. എന്നോടയോടി നീ എന്റെ കൺമണി പോൽ കാത്തിടണമേ. നെഞ്ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. ഒളിവായി നോക്കി ഡാതെന്റെ കണ്ണുകളെ നീ
കാക്കണമേ. വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ. എന്നതരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. കർത്താവേ, നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ. സൗരഭ്യത്താൽ നിന്നെ നീ ഇമ്പപ്പെടുത്താൻ ഇടവരണേ. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചീ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥാ. എന്നെ നിനക്ക് സുഗന്ധമതാ അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥാ നിൻ തിരുമുമ്പിൽ ആത്മശരീരമനസ്സുകളെ ശോഭകലർന്ന വിളക്കുകളാ ഞാൻ കത്തിപ്പാറാകണമേ. ആത്മശരീരമനസ്സുകളാ എന്നോടെ തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ. സ്വർഗസ്ഥ പിതാവേ, എന്നിൽ മാനസശുദ്ധി വരുത്തണമേ. ദൈവസുതാ നീ എന്നാത്മാവിനു വിശുദ്ധി വരുത്തണമേ. ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ. അന്ത്യദിനത്തിൽ നാഥാ നീ സന്തോഷിപ്പിക്കണമെന്നേ. ആത്മശരീര മനസ്സുകൾ നിൻ സ്തുതി പാടുന്നു കനിയണമേ. Thank you, Jisha. Thank you for that melodious song. God bless you and your family. Moving on to today's message. Proverbs chapter 3, verse 5 and 6 says, "Trust in the Lord with all your heart and lean not on your own understanding." So, as it is time for listening to this word of God, let us ask God and pray to Him that, Lord, we trust in your guidance. Open our hearts to receive your divine teachings. And as we prepare to look into your word, your divine word, Lord,
we acknowledge your presence is among us. And at this time, let us pray and ask Him, Lord, open our hearts to receive the message you have prepared for us. വചനം കേൾക്കാനും അത് മനസ്സിലാക്കാനും നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് I request Ebiachin to introduce Vinu Kochuma, the speaker for today. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ നോമ്പിന്റെ പകുതിയോളം പൂർത്തീകരിച്ച് പുതിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു വന്നു. ഈ വരുന്ന ആഴ്ചയിൽ 2 പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. ഒന്ന് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പിന്റെ ദിവസമുണ്ട്. 40-ാം വെള്ളിയാഴ്ചയും. 2 പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മുടെ കഷ്ടാനുഭവ ആഴ്ചയ്ക്ക് മുൻപായിട്ട് നമുക്കുണ്ട്. I request everyone to turn on their videos, please. Don't wait for my request. അപ്പോ ഈ പരിശുദ്ധ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ദൈവമാതാവിന്റെ വചനിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് നമുക്കറിയാം. പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗവുമാണ് മോർത്ത് മറിയം സമാജം എന്ന് പറയുന്നത്. മോർത്ത് മറിയം സമാജം എന്താ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മോർത്ത് മറിയാമിന്റെ നാമത്തിലുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ. എന്താണ് വിശുദ്ധ മോർത്ത് മറിയാം അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത്? നമ്മൾ സാധാരണ പറയുന്നത് പോലെ 2 ജീവിതത്തിന്റെ അനുഭവങ്ങളെ ചേർത്ത് വെച്ച ഒരു സ്ത്രീയാണ് കന്യക മറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരും ഉയർത്തപ്പെട്ടില്ല, ഇതുപോലെ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല. താഴ്മയുടെ അനുഭവത്തെ ഉയർച്ചയുടെ അനുഭവമാക്കി മാറ്റിയ ഒരു ശ്രേഷ്ഠ വനിതയുടെ പിൻഗാമികളാണ് നാം. എത്രമാത്രം ആ അനുഭവത്തെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നൊന്ന് ചിന്തിക്കുന്നതും നല്ലതാണ്. Do we have anything connected to Saint Mary? Do you have anything to get from there? That's a great thing to know. അത് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവം നമ്മളെ എത്രമാത്രം മുൻപോട്ട് പോകാൻ ശക്തീകരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. Do we react to her words or respond to her words? നമുക്ക് റിയാക്ഷനും റെസ്പോൺസും നിങ്ങൾ ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. Do we respond to Saint Mary's words? Do we hear her words? Do we think about that? Do we connect their words to our deeds or our works or our life? ഇതൊക്കെ ഒരു സാധാരണ ചോദ്യങ്ങളാണ്. പക്ഷേ വചനം കേൾക്കുമ്പോൾ കേൾക്കുന്ന വചനങ്ങൾ, do the message have any impact on us? എന്തെങ്കിലും വ്യത്യാസമുണ്ട്? നമ്മൾ ഒന്ന് കണക്കാക്കി നോക്കിക്കേ. എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ വർഷമായിട്ട് കേൾക്കുക. Did it make any impact on us? Did we change 1%? ഈ ഒരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ടാകും. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പ്രസംഗം കേൾക്കുന്നതാണ്, അല്ലേ? ഞങ്ങളൊക്കെ പ്രസംഗങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പ്രസംഗം കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. Did we change? ഒരു കാര്യമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. Do we become more aggressive? നമ്മൾ പലപ്പോഴും അത് എങ്ങനെ, എന്ത്, എപ്പോൾ എന്ന്
ചിന്തിച്ച് നമ്മളെ തന്നെ ഒന്ന് പരിശോധന ചെയ്യേണ്ട സമയമാണ് ഈ നോമ്പ്. ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. ആ നോമ്പ് എന്ത് മാറ്റമാണ് നമുക്ക് വരുത്തിയത് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മള് ബാങ്കിൽ പണം ഇട്ടാൽ we have the balance sheet. Every month we have the statement of the documents or the documents. We have that. We do check that. Did they have some interest? Did they take any charges? Or really did we spend this money? നമ്മളെല്ലാം അതിനെക്കുറിച്ച് വലിയ ജാഗരൂകരാണ് അല്ലേ? ഇടവിട്ടാൽ നമ്മളെല്ലാം വളരെ what is our spiritual investment? Did anyone of you check the balance of the spiritual investment? How did it work? In which bank did we invest? ഇതൊക്കെ സാധാരണ ചോദ്യങ്ങളാണ്. അതിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആരും പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, ആരും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഓരോ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ ഉണ്ട്. It have to work. That's a real message. അതുകൊണ്ട് പ്രസംഗം കേൾക്കുമ്പോൾ ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എൻ്റെ ജീവിതത്തോടെ എന്താണ് സംസാരിക്കുന്നത്, അത് കേൾക്കാൻ നമുക്ക് കഴിയണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷ നയിക്കുന്നത് പ്രിയപ്പെട്ട വിനി കൊച്ചമ്മയാണ്. വിനി കൊച്ചമ്മയെ അറിയാവുന്ന ആളുകൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാകും. പ്രിയപ്പെട്ട നമ്മുടെ റിഞ്ചു പി കൊശി അച്ഛന്റെ കൊച്ചമ്മയാണ്, ബിസ്കേമോ ആണ് കൊച്ചമ്മയാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി, കാരണം അച്ഛൻ 1-2 പ്രാവശ്യം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛനെ എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട കൊച്ചമ്മ നമ്മളോട് ഇന്ന് ദൈവവചനത്തിൽ സംസാരിക്കാം എന്ന് സമ്മതിച്ചു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ I do welcome to the Friday prayer of DSWA MMVS. Thank you for joining with us. May God bless you. And we do welcome for the message today. Thank you. കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ അച്ഛ? ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് അമേരിക്ക മർത്തമറിയം സമാജം വൈസ് പ്രസിഡന്റ്, ഏറെ ആദരണീയനായിരിക്കുന്ന എബിയച്ചൻ, അതിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഷിനി. ശരിക്കും ഇവിടെ ഇന്നത്തെ ആ മീറ്റിംഗിൽ തുടക്കത്തിൽ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി പറയുന്ന ഓരോ വാക്കുകളും ദൈവവിശ്വാസത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതായിരുന്നു എന്ന് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. വിവിധ റീജിയനിൽ നിന്നും ഭാരവാഹികളായി പങ്കെടുക്കുന്നവർ, ബഹുമാനപ്പെട്ട കൊച്ചമ്മമാർ, അതോടൊപ്പം ഇന്നത്തെ ഈ നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചവർ, ഗാനങ്ങളാൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മളോട് കൂടെ ചേർന്നവർ, ഇവരെ എല്ലാവരെയും ഓർക്കുകയാണ്. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ധ്യാന യോഗത്തിൽ കൂടി വന്നിരിക്കുന്ന ഏവർക്കും ക്രിസ്തുവേശുവിൻ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ കുനിക്കാം. കരുണയുള്ളവനായ ദൈവമേ, അതിരുകൾക്കും അപ്പുറം സമയങ്ങൾക്കും അപ്പുറമുള്ളവർ, അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് തിരുനാമ മഹത്വത്തിനും ഞങ്ങളുടെ അങ്ങയുടെ പുകഴ്ചയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കുമായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. വചനം അങ്ങയുടേതാണ്, വചനം പറയുന്നവരും വചനം കേൾക്കുന്നവരും അങ്ങയുടേതാണ്. പിതാവേ, നീ രൂപാന്തരം വരുത്തണമേ. ഞങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുന്നത് കർത്താവേ അനുഗ്രഹത്തിനും രൂപാന്തരത്തിനും കാരണമായി തീരണമേ. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള
എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്നതിനെ ഓർത്ത്, അപ്പ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ആയിരുന്നു എന്നതിനെ ഓർത്ത് ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെയും ഞങ്ങളുടെ മർത്തമറിയം സമാജത്തിന്റെ പ്രവർത്തനങ്ങളെയും അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇവാനിയോസ് തിരുമേനിയെയും ഞങ്ങളുടെ എബിയച്ചനെയും ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ നയിക്കുന്ന ബഹുമാനപ്പെട്ട പുരോഹിതരെയും അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കട്ടെ. ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളെ വഴി നടത്തി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരളണമേ. ആമേൻ. ഇന്നത്തെ ഈ കൂട്ടായ്മയില് ഈ ഉപവാസ ധ്യാനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അധികം മുഖപുരയൊന്നും കൂടാതെ നമുക്ക് നമ്മുടെ ധ്യാനത്തിലേക്ക് കടക്കാം എന്ന് ഓർക്കുന്നു. എങ്കിലും അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നമ്മൾ ദിവസവും കേൾക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു വളർച്ചയായിരിക്കണം ഓരോ നോമ്പും. സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹമാണ് നമ്മള്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? നിത്യജീവനാണ്. ഈ നിത്യജീവനെ പ്രാപിക്കുവാനാണ് നമ്മുടെ നോമ്പും നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ നമ്മളെ പ്രാപ്തരാക്കേണ്ടത്. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു രൂപാന്തരമായി ഇത് തീരണം. പരിശുദ്ധ നോമ്പ് ഒരു അനുരഞ്ജനത്തിന്റെ സമയമാണ്. ദൈവത്തോടും സഹജീവികളോടും സഹോദരങ്ങളോടും നിരപ്പിന്റെ അവസ്ഥയിലാകുവാൻ, ഏതനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ദൈവത്തോടുള്ള ആ കൂട്ടായ്മ, ആ അനുരഞ്ജനം, ആ നഷ്ടപ്പെട്ടു പോയതിനെ വിളക്കി ചേർക്കുവാനാണ് രണ്ടാം മാതാമായ ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ നോമ്പ് ഒരു അനുരഞ്ജനത്തിന്റെ സമയമായി തീരുവാൻ നമുക്ക് സഹായകമാകട്ടെ. അടുത്തതായി ഇതൊരു മനസ്സലിവിന്റെ സമയമായി മൂഢ, ഈ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ. ഈ ഒരു ചോദ്യം പലപ്പോഴും നമ്മളോടും ദൈവം ചോദിക്കുന്നുണ്ട്. നാം സ്വാർത്ഥരായി നമുക്ക് വേണ്ടി മാത്രം കരുതി നമുക്ക് വേണ്ടി മാത്രം ചിന്തിച്ചു കൊണ്ട് പോകുമ്പോൾ നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ കൂട്ടിവെക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അത് ആർക്കുപകരിക്കും? അപ്പോൾ ഈ നോമ്പിന്റെ സമയങ്ങൾ നമുക്ക് അനുരഞ്ജനത്തിന്റെ സമയങ്ങളാക്കി മാറ്റുവാൻ, നമുക്ക് മനസ്സലിവിന്റെ സമയങ്ങളാക്കി മാറ്റുവാൻ സാധിക്കണം. ഈ വചന കേൾവിക്ക് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട ഷിനി ഓർമ്മിപ്പിച്ചതുപോലെ നമ്മള് വചനം, അതുപോലെ അച്ഛനും ഓർമ്മിപ്പിച്ചു, വചനം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും നമ്മൾ വിശുദ്ധ വേദഭാഗ ധ്യാന ചിന്തകളൊക്കെ നമ്മൾ കേൾക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ഈ ദേശത്തേക്ക് അയക്കുന്ന നാൾ വരുന്നു എന്ന്. പ്രിയമുള്ളവരെ, എത്ര വചനം, ഈ വചനം എപ്പോഴും നമുക്ക് ലഭ്യമാകുമോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് വചനം ലഭ്യമാകുന്ന സമയങ്ങളിൽ വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും വചനത്തിൽ നിന്നും സംഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. കാരണം ഈ ദൈവവചനം ഒരു കണ്ണാടിയാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ ദൈവവചന ധ്യാനം എന്ന് പറയുന്നത്. അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഒരുപോലെ ശോധന ചെയ്യുന്ന വാളാണ് ഈ വചനം എന്ന് പറയുന്നത്. തുയത്തര പട്ടണക്കാരി രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ പരിശുദ്ധാത്മാവ് ഇടപെട്ട് അവളുടെ ഹൃദയത്തെ ദൈവവചനം കേൾക്കുന്നതിനായി തുറന്നു. അതുപോലെ തന്നെ ദൈവവചന കേൾവിക്കായി നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്ത് ഈ വചനം മനസ്സിലാക്കുവാൻ, എന്നോടൊന്ന് സംസാരിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ കാരണമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനാണ് നാം ഈ വചനം കേൾക്കുന്നത്? 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പാപത്തിൽ നിന്നും അകന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കും. അച്ഛൻ നമ്മളോടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ഇത്രയേറെ വചനങ്ങൾ കേട്ടിട്ട് എന്തു മാറ്റമുണ്ടായി എന്ന്.
എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാത്തതെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, കേട്ടവരിൽ ഈ വചനം വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ വചന കേൾവി ഉപകാരമായി വരാത്തത് എന്ന് ചോദിച്ചാൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേട്ടുവിട്ട് ശിക്ഷയ്ക്കായി തീരാതെ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഈ വചന കേൾവി നമ്മളെ സഹായിക്കട്ടെ എന്ന് ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ വേദവായന ഭാഗത്തു നിന്ന് തന്നെയുള്ള ഒരു ചിന്തയാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. സെയിന്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 14. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. See, you have been made well. Do not sin anymore so that nothing worse happens to you. ഇനിയും അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദവായന ഭാഗത്താണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. ഈ 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നു. അതിനോടനുബന്ധിച്ച വാക്യമാണ് നമ്മൾ വായിച്ചത്. 5-ാം അധ്യായം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന്. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ 35 അത്ഭുതങ്ങൾ ചെയ്തതിൽ 24 എണ്ണവും സൗഖ്യദാന ശുശ്രൂഷകളായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അറിയപ്പെടുന്നത് തന്നെ അടയാളങ്ങളുടെ സുവിശേഷം എന്നാണ്. ഇന്ന് നമ്മുടെ വേദവായന ഭാഗത്ത് നമ്മൾ അതിലെ 1-ാമത്തെ അടയാളം നാം വായിച്ചു, കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നത്. അത് കഴിഞ്ഞ് ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന അടുത്ത അത്ഭുതവും ഇന്ന് നാം വായിച്ചിരുന്നു. 2-ാമത്തേത് 4-ാം അധ്യായത്തിൽ രാജഭൃത്യന്റെ മകന് സൗഖ്യം നൽകുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സൗഖ്യദാന ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഈ 5-ാം അധ്യായം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തുടക്കത്തിൽ തന്നെ യഹൂദന്മാരുടെ ഒരു ഉത്സവം, ഒരു പെരുന്നാൾ ഉണ്ടായിട്ട് യേശു യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുന്നതായി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 16-16 യഹോവയായ ദൈവം പറയുന്നുണ്ട്, യഹോവയായ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും 3 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ വരേണം എന്നുള്ളത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവ പെരുന്നാളിലും കൂടാര പെരുന്നാളിലും ഇത് അവർ അനുവർത്തിച്ചു പോകുന്നു. അങ്ങനെ ആ പഴയ അനുഷ്ഠാനങ്ങളിൽ, ആചാരങ്ങളിൽ, ആ പ്രമാണങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് തന്നെ യേശുവും ആ സ്ഥലത്തേക്ക് എത്തുകയാണ്, യെരൂശലേം ദേവാലയത്തിൽ എത്തുകയാണ്. അതിന്റെ യെരൂശലേം ദേവാലയത്തിന്റെ വടക്കുവശത്ത് ആട്ടുവാതിൽ എന്ന ഒരു ചെറിയ ഒരു വാതിലുണ്ട്. ആടുകളെ, യാഗമർപ്പിപ്പാനുള്ള ആടുകളെ കൊണ്ടുപോകുന്ന ഒരു വഴിയായിരുന്നു അത്. അതിനടുത്തുള്ള കുളമായിരുന്നു ബഥേസ്ത എന്ന കുളം. ബഥേസ്ത എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. അപ്പൊ പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ്, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ ബഥേസ്ത എന്നുള്ളത്. ഇതിന് 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ വേദഭാഗത്ത് നാം കാണുന്നു. ഈ 5 മണ്ഡപങ്ങൾ 5 ന്യായപ്രമാണ പുസ്തകങ്ങളെ കാണിക്കുന്നു എന്ന് പരിശുദ്ധ പിതാക്കന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഈ ന്യായപ്രമാണവും മറ്റുമുണ്ടെങ്കിലും പാപത്തിൽ കിടന്ന ഒരു മനുഷ്യന് പാപമോചനം നൽകി, രോഗസൗഖ്യം നൽകി അവനെ എഴുന്നേൽപ്പിക്കുവാൻ യേശുക്രിസ്തു തന്നെ അവിടേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് ചുറ്റുപാട് ഒരു പെരുന്നാളിന്റെ ഒരു അവസ്ഥ, ഒരു ഉത്സവത്തിന്റെ ഒരു മേളമാണ് അവിടെ നടക്കുന്നത്. എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദരായ ആ പുരുഷന്മാരൊക്കെയും അവിടെ എത്തിച്ചേരുന്നു. അവിടെ വിവിധ തരത്തിലുള്ള വിൽപ്പനകൾ നടക്കുന്നു. ആടുകളെയും കൊണ്ട് പോകുന്നവർ, വരുന്നവർ, ആകെ ഒരു തിക്കും തിരക്കും. അതിനോടൊപ്പം തന്നെ ഈ ബഥേസ്ത കുളത്തിന്റെ കരയിൽ തങ്ങളുടെ സൗഖ്യവും കാത്തുകൊണ്ട് നിൽക്കുന്നവരും ഈ രോഗികളോടൊപ്പം വന്നവരും ഒക്കെ ചേർന്ന് അവിടെ ഒരു വല്ലാത്ത ഒരു തിരക്കിന്റെ അവസ്ഥ. ആ ഒരു ഭാഗത്തുകൂടി നമുക്ക് ഒന്ന് കടന്നു പോകാം. ഈ യാത്രയിൽ നമ്മൾ കാണുന്ന ചിലരെ ഒന്ന് പരിചയപ്പെടാം. അതിനെ നമ്മുടെ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്യാം. ഒന്നാമതായി
അവിടെ നമ്മൾ കാണുന്നത് 38 വർഷമായി രോഗം ബാധിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെയാണ്. നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് 30-ാം വയസ്സിൽ തുടങ്ങി 33.5 വയസ്സിൽ അവസാനിക്കുന്നതാണ്. നോക്കൂ, ഈ മനുഷ്യൻ 38 വർഷം യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ തൊട്ട് രോഗിയായി, ആ രോഗത്തിൽ നിന്നും വിമുക്തി പ്രാപിക്കുവാനായി ഈ ബഥേസ്ത കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 38 ദിവസം അല്ലെങ്കിൽ 38 മണിക്കൂർ ഒരു രോഗ അവസ്ഥയിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്കത് ചിന്തിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ 38 വർഷമായി സ്വന്തമായി കുളത്തിലേക്ക് ഇറങ്ങുവാൻ പോലും സാധിക്കാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു പിറുപിറുപ്പിന്റെ അവസ്ഥയില്, ഒരു വളരെ നിരാശയുടെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് യേശു അവനെ കണ്ടു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നതല്ല, പകരം യേശു അവനെ കണ്ടു. അപ്പൊ അവിടെ നിരാശയെ പലപ്പോഴും നമ്മളും ശാരീരികമായും മാനസികമായും ആത്മീകമായും ഒക്കെ ഈ ഒരു തളർച്ചയുടെ അവസ്ഥയിൽ ആയിരിക്കുന്നില്ലേ? എനിക്ക് ആരുമില്ല, ഈ അവസ്ഥയിൽ നിന്നും എന്നെ കരയിറ്റുവാൻ, എനിക്ക് സൗഖ്യം തരുവാൻ, എന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, എന്നെ ചേർത്ത് നിർത്തുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ ഏകാകിയാണ്, അരിഷ്ടനാണ് എന്നൊക്കെ നാം ചിന്തിക്കുന്ന അവസരങ്ങളില്ലേ? ഇയ്യോബ് പോലും പറയുന്നുണ്ട്, വ്യർത്ഥമാ ദിവസങ്ങൾ എൻ്റെ ഓഹരിയായിരുന്നു എന്ന്. അപ്പോൾ ഈ കഷ്ടരാത്രികൾ എൻ്റെ അവകാശമായിരുന്നു എന്നൊക്കെ ഈ നീതിമാനായ ഇയ്യോബ് പരിതപിക്കുന്നതായി നാം വായിച്ചിട്ടുണ്ട്. മദർ തെരേസ പറയുന്നു, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് ഏകാന്തതയാണ്. അപ്പോൾ അവൻ എന്താണ് ആഗ്രഹിച്ചത്? ഈ വെള്ളത്തിന്റെ ഇളക്കം നോക്കി അവൻ കിടക്കുകയാണ്. ആരെങ്കിലും എന്നെ അങ്ങോട്ടേക്കൊന്ന് ഇറക്കുമോ? അപ്പോൾ നാമും ജീവിതത്തില് പലവിധ പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ട് ഈ ബഥേസ്തായിൽ 38 വർഷമായി യാതൊരു മാറ്റവുമില്ലാതെ കിടക്കുന്ന ഈ മനുഷ്യനെ പോലെ നമ്മുടെ സാഹചര്യങ്ങൾ എന്ന് ശരിയാകും എന്ന് ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും വേദനിക്കുന്ന നീറുന്ന ഹൃദയങ്ങൾക്ക് ഉടമകളല്ലേ? പാപം മൂലം പലപ്പോഴും നമ്മുടെ ആത്മാവ് തളർന്നിരിക്കുന്നില്ലേ? ഇത്രയേറെ നോമ്പും പ്രാർത്ഥനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഞാൻ നിർവഹിച്ചിട്ടും എനിക്കിങ്ങനെ ഒരു അവസ്ഥ, എന്നെ ആരും ഒന്ന് രക്ഷപ്പെടുത്താൻ ഇല്ലാത്തത് എന്ന് പലപ്പോഴും ഉള്ളിൽ ഏകാന്തതയിൽ അല്ലെങ്കിൽ നമ്മുടെ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് പലപ്പോഴും ദൈവസന്നിധിയിൽ പോലും നാം ചോദിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ മുൻപാകെയാണ്, അറിയാത്തവന്റെ മുൻപാകെ അല്ല നാം നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വരണം. ദൈവം പോലും ഉപേക്ഷിച്ചു എന്നുള്ള സാഹചര്യത്തിൽ എങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മെ ഭരിക്കുമ്പോൾ നമ്മെ കാണുന്ന ഒരു യേശുവുണ്ട്. യേശു നമ്മെ അവിടെ കാണുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലും ഈ പറയുന്ന നിരാശയുടെ പടുകുഴിയിൽ വീണുപോയ അനേകരെ നമുക്ക് കാണുവാനായി സാധിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കാണുവാനായി സാധിക്കും. ആരാണ്? ഏലിയാ പ്രവാചകനാണത്. എന്നാൽ ദൈവം കൊടുത്ത ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം നടന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോനാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ 3 നോയമ്പിൽ എപ്പോഴും ധ്യാനിക്കുന്ന, എപ്പോഴും കേൾക്കുന്ന ഭാഗമാണ്. കർത്താവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം, എനിക്ക് മതിയായി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് നിരാശയുടെ ആ സന്ദർഭത്തിൽ അവന്റെ തലയ്ക്ക് മുകളിൽ അവന് തണലായി ഒരു ആവണക്കിനെ കൽപ്പിച്ചാക്കുന്നതായിട്ട് നമുക്ക് കാണാം. പഴയ നിയമത്തിലെ യോസഫ് തന്റെ സഹോദരങ്ങളാൽ ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടവനായി, വഞ്ചിക്കപ്പെട്ടവനായി, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനായി, അറിയാത്ത ഒരു നാട്ടിൽ പോയി അവിടെ ഒരുപാട് യാതനകള്, ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു യുവാവ്. അവന്റെ ജീവിതത്തിൽ അവൻ എത്രമാത്രം ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു. അവസാനം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ നിരാശയുടെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്.
എൻ്റെ ജീവിതത്തിലും ഒരു മാറ്റം സംഭവിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. അവൻ നിന്നെ അറിയുന്നവനാണ്. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യം മധുരമുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കി മുന്നേറുവാനായി നമുക്ക് സാധിക്കണം. രണ്ടാമതായി നമുക്ക് ഈ ഒരു ഉത്സവത്തിന്റെ ചുറ്റുപാടിൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ചുറ്റുമുള്ള ഒരു സമൂഹമാണ്. ഈ മനുഷ്യന്റെ ചുറ്റും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പലപ്പോഴും ഈ രോഗത്തിന്റെ അവസ്ഥയിൽ അയ്യോ വയ്യായി എന്നുള്ള ഒരുപാട് ദീനരോദനങ്ങളായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുവാനായി സാധ്യതയുള്ളത്. അവിടെ ഓരോരുത്തരും സ്വാർത്ഥരാണ്. കാരണം എല്ലാവരും കുളത്തിൽ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കാദ്യം ഇറങ്ങണം. ഇതാണ് ഓരോരുത്തരുടെയും ചിന്ത എന്ന് പറയുന്നത്. എന്നാൽ ഇതിനു മുൻപ് ഈ 38 വർഷക്കാലം ഈ സൗഖ്യമായി പോയവര് ഒരുപാട് പേരവിടെ കാണും. നമ്മുടെ സെയിം അവസ്ഥയിലൊക്കെ ആയിരുന്നു. എനിക്ക് സൗഖ്യമായി, ഇനി ഞാൻ അങ്ങ് പോകാം. എന്നാൽ ഈ സൗഖ്യമായ ഒരാൾ പോലും എന്നതാ ഈ കിടക്കുന്ന ഒരാളെ കൂടെ ഒന്ന് സുഖപ്പെടുത്തി അവനെ കൂടി ഈ വെള്ളത്തിലൊന്ന് ഇറക്കിയിട്ട് പോകാം എന്നാരും ചിന്തിച്ചില്ല. സൗഖ്യമായവർ തങ്ങൾക്ക് കിട്ടിയതും കയ്യിൽ വെച്ചുകൊണ്ട് അവർ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ കിടക്കയിൽ കിടന്ന ഈ മനുഷ്യനെ ആദ്യ സമയത്ത് അവന് കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ കാണും. അവനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചവർ കാണും. കുറച്ചു കാലമൊക്കെ അവരും ഈ വെള്ളത്തിന്റെ ഇളക്കം കാത്തൊക്കെ ഇവന്റെ കൂടെ നിന്ന ഒരു സമൂഹം, ഇവനും ബന്ധുക്കളോ സ്വന്തക്കാരോ ഒക്കെ കാണും. പിന്നീട് എല്ലാവരും ഉപേക്ഷിച്ചു പോയ ഒരവസ്ഥ. എന്നാൽ പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ മെന്റാലിറ്റി അല്ല ഇവിടെ നിൽക്കുന്ന ഈ ജനസമൂഹത്തിന് ഉള്ളത് എന്നുള്ളത്. അന്ന് 4 പേർ പക്ഷവാതക്കാരനെ കിടക്കയിൽ കൊണ്ടുവന്ന് ആ യേശുവിന്റെ മുൻപിൽ വെച്ച ആ മനുഷ്യരുടെ മനോഭാവമല്ല ഇവിടെയുള്ള മനുഷ്യരുടെ. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നൽകുന്നത് ഏത് മനോഭാവത്തിലുള്ളവരാണ് നമ്മൾ? ഈ പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നവന്റെ കൂട്ടോ അതോ ഈ 38 വർഷക്കാലമായി കിടക്കുന്ന ബെഥെസ്ദയുടെ ആ അവസ്ഥയിൽ അവിടെ കിടക്കുന്ന മനുഷ്യന് ചുറ്റുമുള്ള ആൾക്കാരോട് കൂടിയാണോ? ഫ്രാൻസിസ് അസീസി ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയെ ചുംബിച്ചു. അയാൾക്ക് അത്യധികം സന്തോഷമായി. കാരണം ആരും തിരിഞ്ഞു നോക്കാത്തവരാണ് കുഷ്ഠരോഗികൾ. നമുക്ക് അറിയാം. അടുത്തു പോകാൻ പോലും എല്ലാവരും അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന ആ കുഷ്ഠരോഗിയെ ചുംബിച്ചിട്ട് അയാളോട് പറയുകയാണ്, ഐ സീ ക്രൈസ്റ്റ് ഇൻ യു. ഉടനെ കുഷ്ഠരോഗി പറയുകയാണ്, ഐ സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു. അപ്പൊ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ക്രിസ്തുവിന്റെ സുഗന്ധം പകരുവാൻ നമുക്ക് സാധിക്കുമോ? ഇയ്യോബിനെ പറ്റി നമുക്കറിയാം. നീതിമാനും നിഷ്കളങ്കനുമായ മനുഷ്യനായിരുന്നു. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവനായിരുന്നു. അവന് ഒരു അവസ്ഥ, അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടേറിയ അവസ്ഥകൾ, കഷ്ടതകൾ വന്നപ്പോൾ അവന്റെ സ്നേഹിതന്മാർ വന്നു, അവനോടൊപ്പം വന്നു, പരിതപിക്കാൻ വന്നു, അവന്റെ കഷ്ടത കണ്ട് അവര് വന്നു. പക്ഷേ പലപ്പോഴും അവർ അവനെ പഴിക്കുകയാണ് ചെയ്തത്. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്ക് ഇതൊക്കെ വന്നത് എന്നാണ് ആ സ്നേഹിതന്മാർ അവിടെ പറഞ്ഞത്. യേശുവിന്റെ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. എന്താണ്? അത്ഭുതം കാണാനും അപ്പം തിന്നാനും വന്ന ഒരു കൂട്ടം ആൾക്കാർ യേശുവിനോട് ഒപ്പമുണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രനും ഉണ്ടായിരുന്നു ഒരു പറ്റം സ്നേഹിതന്മാർ. അവന്റെ കയ്യിൽ അവന് ആവോളം ധനമുണ്ടായിരുന്നപ്പോൾ അവനോട് ഒപ്പം ഉണ്ടായിരുന്നവർ. സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗലാത്യർ 6:2 പറയുന്നു, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ എന്ന്. ടു ക്യാരി ഈച്ച് അതേഴ്സ് ബർഡൻ. അങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീനെന്ന്. പ്രിയമുള്ളവരെ, ഈ ബെഥെസ്ദയുടെ കാഴ്ചയിൽ നമ്മൾ കാണുന്ന ആ ചുറ്റുപാടുമുള്ള സമൂഹത്തെ പോലെ അല്ല. ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ തക്കവണ്ണം തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പലപ്പോഴും ആർക്കുമാരോടും കടുപ്പാടില്ലാതെ ചെറിയ തുരുത്തുകളായി ജീവിക്കുവാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ അമിതമായിട്ടുള്ള കടന്നുകയറ്റം മൂലം പലപ്പോഴും ചുറ്റുപാടുമുള്ളവരെ കാണുവാനോ അവരോട് സംസാരിക്കുവാനോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനോ ഒന്നും സാധിക്കാതെ ആ ഒരു അവനവനിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മാറുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു റിയൽ ലൈഫ് നമുക്കിന്ന് നഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും ഇന്നൊരു വെർച്വൽ ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ ഒരാളുടെ ദുഃഖം തിരിച്ചറിയുന്നതില് അവരോടൊരു സിമ്പതി, ഒരു സഹതാപം നമ്മൾ കാണിക്കുമായിരിക്കും.
പലപ്പോഴും ഈ സിമ്പതി, ഒരു എമ്പതി, ആ ദുഃഖം എന്റേതാണ് എന്ന് മനസ്സിലാക്കി ഒരു സഹാനുഭൂതിയിലൂടെ പെരുമാറുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? അതിൻ്റെയും അടുത്ത പടിയാണ് അതൊരു കമ്പാഷൻ, അതൊരു കരുണയുടെ ഭാവമായി. ഈ സഹാനുഭൂതി തോന്നുന്ന നമ്മൾ അതൊരു സഹായഹസ്തമായി മറ്റുള്ളവരിലേക്ക് അത് പകരുവാനായിട്ട്, അവരുടെ വേദനകൾ ഒപ്പിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. അപ്പൊ നല്ല സൗഹൃദങ്ങളും കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ, ദൈവമുള്ള ഒരു സമൂഹമായി നമുക്ക് തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഇന്ന് പ്രത്യേകിച്ചും നാട്ടിലെയൊക്കെ വർത്തമാന പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ആത്മഹത്യകളുടെ എണ്ണം വളരെയധികം കൂടുന്നു. ആത്മഹത്യ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടത് അറിവില്ലാത്തവരൊന്നുമല്ല, നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ളവര്, നല്ല വിദ്യാഭ്യാസമുള്ളവര്, നല്ല തൊഴിലുള്ളവര്. ഈവൻ ഒരു ഡോക്ടർ, അദ്ദേഹം പ്രശസ്തനായ ഒരു യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു 70 കഴിഞ്ഞ ഡോക്ടർ. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം, ഇനിയും എനിക്ക് പഴയതുപോലെ എന്റെ സർജറി ഒക്കെ ചെയ്യുവാനുള്ള ആരോഗ്യം എനിക്കില്ല. ആ ഏകാന്തത അനുഭവിച്ച് ആ അവസാന നാളുകൾ അദ്ദേഹത്തിന് പണമില്ലാഞ്ഞിട്ടോ വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടോ ജോലി ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഒരു പക്ഷേ അദ്ദേഹത്തിനൊരു കരം നീട്ടിക്കൊടുത്തിരുന്നു എങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം സുഗന്ധമായി തീരുവാൻ, ചുറ്റുമുള്ളവർ നമ്മെ കണ്ടിട്ട് ഐ സീ ക്രൈസ്റ്റ് ഇൻ യു, ഐ സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു എന്ന് നമ്മളെ പറ്റി പറയുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായി നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത് മനസ്സലിവുള്ളവനായ ഒരു ക്രിസ്തുവിനെയാണ്. നമുക്കറിയാം, മലയാളം ബൈബിൾ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തിയത് കായംകുളം ഫിലിപ്പോസ് റമ്പാനാണ്. അപ്പൊ റമ്പാൻ ബൈബിളില് അവിടെ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്നുള്ള ഈ മലയാള വേദപുസ്തകത്തിൽ കാണുന്ന ആ ചോദ്യത്തിന് പകരം സ്വസ്ഥതപ്പെടുവാൻ നീ മനസ്സാകുന്നോ എന്നാണ് റമ്പാൻ ബൈബിളിൽ കാണുന്നത്. സ്വസ്ഥതപ്പെടുവാൻ നീ മനസ്സാകുന്നോ എന്ന്. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, 7ാമത്തെ വാക്യമാവുമ്പോഴത്തേക്കിനും അതിനൊരു കൃത്യമായ മറുപടി, സ്വസ്ഥമാകാൻ നിനക്ക് മനസ്സുണ്ടോ, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതിനൊരു മറുപടി അവൻ കൊടുക്കുന്നില്ല. പകരം അവന് ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്താ പറയുക? മറ്റുള്ളവരെ ഒന്ന് കുറ്റപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഓ എന്നെ ഇറക്കാന് ആരില്ല, ഞാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും എന്നേക്കാൾ മുൻപേ ഇറങ്ങും. അതാ നമ്മുടെ ആമുഖ പ്രസംഗത്തിൽ നമ്മളോട് പറഞ്ഞത്. മറ്റുള്ളവരെ പഴിചാരുവാനാണ് നമുക്ക് പലപ്പോഴും ആഗ്രഹം. സ്വസ്ഥമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് പോലും അവിടെ ഒരു മറുപടി കൊടുക്കാതെ മറ്റുള്ളവരിലേക്ക് പഴിചാരുന്ന ഒരു അവസ്ഥ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ, തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന യഹോവയുടെ ചോദ്യത്തിന് ഉവ്വ് എന്ന മറുപടി പറഞ്ഞില്ല. പകരം എന്താ പറഞ്ഞേ? എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന സ്ത്രീ അവൾ എനിക്ക് തന്നു, ഞാൻ തിന്നു. അന്ന് നശിച്ച സ്വസ്ഥതയാണ് നമ്മുടേത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ തെറ്റുകൾ ഉൾക്കൊള്ളുവാൻ, അത് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ കരുണയുടെ ഭവനത്തിലേക്ക് കരുണയുടെ നായകൻ അവിടെ എഴുന്നള്ളുകയാണ്. മനസ്സലിവുള്ളവനായ ക്രിസ്തു ഈ കരുണയുടെ ഭവനത്തിലേക്ക് വരികയാണ്. അവൻ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഏറിയ നാളുകളായി ഇവൻ ഇവിടെ കിടക്കുന്നു എന്ന് മനസ്സിലാക്കി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, സ്വസ്ഥമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മോടും ദൈവം ചോദിക്കുകയാണ്, മകനെ മകളെ, സ്വസ്ഥമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ്. കുഷ്ഠരോഗിയോട് എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകും. അത് ക്രിസ്തുവിന് മനസ്സുണ്ട്. നമ്മളൊന്ന് മനസ്സോടെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ചെന്നാ മതി. യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. ഇവർ ഏറിയ നാളുകൾ എന്നോട് കൂടെ ഇരിക്കുന്നു, ഇവർക്ക് വിശപ്പുണ്ട്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ പോലും മനസ്സിലാക്കുവാൻ കഴിവുള്ളവനായ ക്രിസ്തുവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞത്? ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് കരുണ ലഭിക്കുമ്പോൾ ആ കരുണ മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് നമുക്ക് സാധിക്കണം. 100 താലന്ത് ഇളച്ചു കൊടുത്ത് 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ 100 താലന്ത് കടപ്പെട്ടവനെ കഴുത്തിൽ ഞെക്കി അവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്ന ഉപമ നാം വായിക്കുന്നുണ്ട്. അവിടെ ചോദിക്കുകയാണ്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്റെ കൂട്ടുദാസനോട് കനിവ്. അപ്പൊ മനസ്സലിവുള്ളവനായ ക്രിസ്തു നമ്മോട് മനസ്സലിവ് കാണിക്കുമ്പോൾ നാം മനസ്സലിവുള്ളവരാകി മാറുന്നുണ്ടോ?
മനസ്സലിവ് നാം കാണിക്കാറുണ്ടോ? നല്ല ശമരിയാക്കാരന്റെ ഉപമയിലും നമ്മൾ ഇതാണ് കാണുന്നത്. 10 കൽപ്പനകൾ മുഴുവൻ ക്രിസ്തു 2 കൽപ്പനകളിലേക്ക് ഒതുക്കി. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, അതുപോലെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ളതാണ്. അന്ത്യ ന്യായവിധി ദിവസത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം കാണും. അവിടെ നമ്മളോട് കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. ഞാൻ വിശന്നു, നീ എനിക്ക് ഭക്ഷിപ്പാൻ തന്നോ? ഞാൻ ദാഹിച്ചു നിന്നു, നീ എനിക്ക് കുടിപ്പാൻ തന്നോ? നഗ്നനായിരുന്നു, ഉടുപ്പിച്ചോ? രോഗിയായിരുന്നു, കണ്ടോ? തടവിലായിരുന്നു, സന്ദർശിച്ചോ? നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്നതാണ് അവിടെ നാം കാണുന്നത്. അപ്പൊ മനസ്സലിവുള്ളവനായ ക്രിസ്തുവിനെ നമ്മൾ ഈ ഭാഗത്ത് കാണുമ്പോൾ ആ മനസ്സലിവ്, ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലേക്ക് ഉണ്ടാകുവാൻ ഈ പരിശുദ്ധ നോമ്പിന്റെ ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കണം. അവസാനമായിട്ട് നമ്മൾ ഈ വായിച്ച നമ്മുടെ ഇന്നത്തെ വാക്യം എന്തായിരുന്നു? അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്നുള്ളതാണ്. എവിടെ വെച്ചാണ് ക്രിസ്തു അവനോട് ഇത് പറയുന്നതെന്ന് തൊട്ടുമുകളിൽ നാം കാണുന്നു. ദൈവാലയത്തിൽ വെച്ച് അവനെ കണ്ടു എന്ന്. അപ്പൊ 4-മത്തെ നമ്മളുടെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാവം എന്ന് പറയുന്നത് നന്ദി അർപ്പിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു എന്ന് നാം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ കുഷ്ഠരോഗിയോട് പറയുകയാണ്, നീ നിന്നെ തന്നെ പുരോഹിതന് കാണിക്ക എന്ന്. അപ്പോൾ നന്ദി അർപ്പിക്കുവാനായി ദൈവാലയത്തിലേക്ക് ചെല്ലുക. 10 കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രം തിരിച്ചു വന്നപ്പോൾ ബാക്കി 9 പേർ എവിടെ? അപ്പോൾ നന്ദി അർപ്പിക്കുക ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും നാം നന്ദിയുള്ളവരായിരിക്കണം. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, 3 കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. മേ ഐ, താങ്ക്സ്, സോറി. ഈ 3 വാക്കുകൾ മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. 1 ശമൂവേൽ 1-ാം അധ്യായത്തില് യഹോവയോട് പ്രാർത്ഥിക്കുന്ന ഹന്നായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു കുഞ്ഞിന് വേണ്ടി അവൾ ദൈവാലയത്തിൽ വന്ന് അപേക്ഷിക്കുകയാണ്. തുടർന്ന് 27-ാം വാക്യത്തില് പറയുകയാണ്, ദൈവാലയത്തിൽ വന്നിട്ട് ഈ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, നന്ദി അർപ്പിക്കുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഹന്ന വീണ്ടും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വില്യം ലോ എന്ന ചിന്തകൻ പറയുകയാണ്, ഈ ലോകത്തില് ഏറ്റവും കഠിനമായി ഉപവാസം അനുഷ്ഠിക്കുന്നവനോ ആത്മസംയമനം പാലിക്കുന്നവനോ ഒന്നുമല്ല മുൻപിൽ നിൽക്കുന്നത്, എല്ലാറ്റിനും ദൈവത്തോട് നന്ദിയുള്ളവനാണ് മുൻപിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടത്, നാം നമ്മുടെ സഹജീവികളോട്, മനുഷ്യനാണെങ്കിൽ ഒരു സോഷ്യൽ ആനിമൽ ആണല്ലോ, നമ്മൾ എല്ലാവരുമായിട്ട് കടപ്പെട്ടവരാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരുമായിട്ടൊരു കടപ്പാട്, ഒരു നന്ദിയുടെ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്നവനായി ദൈവത്തോട് ഒരു നന്ദിയുടെ ഭാവം നമുക്ക് ഉണ്ടാകുവാനായിട്ട് സാധിക്കണം. യോബ് പറയുന്നത് എങ്ങനെയാണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ കാണുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു ബഥേസ്ത എന്ന ആ കുളക്കരയിൽ, ആ യെരൂശലേം ദേവാലയത്തിന്റെ ആടുവാതിൽക്കൽ ഒരു വലിയ ഉത്സവം നടക്കുന്ന ദിവസത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയത്. അവിടെ നമ്മൾ 4 വിഭാഗങ്ങളിലുള്ളവരെ പരിചയപ്പെട്ടു. 38 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, 2-മതായി അവന്റെ ചുറ്റുമുള്ള സമൂഹം, 3-മതായി അവിടേക്ക് കടന്നു വന്ന മനസ്സലിവുള്ളവനായ ക്രിസ്തു, 4-മതായി അവൻ നന്ദി അർപ്പിക്കുവാനായി ദൈവാലയത്തിലേക്ക് മടങ്ങി ചെന്ന ഈ രോഗി അവസ്ഥയിൽ നിന്നും സൗഖ്യമാക്കപ്പെട്ടവൻ. അതെ, യേശു പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. മിഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നതെന്ന്. അതെ, നോക്കൂ, നിനക്കാവശ്യമുള്ളതെല്ലാം ദൈവം തന്നു. ഇനി നിന്റെ നഷ്ടങ്ങൾക്ക് കാരണം നിന്റെ പാപമാകരുത്. ദൈവകൃപ ലഭിച്ചവൻ അധിക പാപം ചെയ്യരുത്, അവൻ അധികം ശിക്ഷാവിധി കിട്ടും. പരിശുദ്ധ പരിമല തിരുമേനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, ദൈവം അകലുമ്പോൾ നഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ കാരണം കൊണ്ട്, ഇക്കാരണം കൊണ്ട് എന്നൊന്നും വിചാരിക്കാതെ, തങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ദൈവം അകന്നു പോയതിനാൽ എന്നോർത്ത് ദൈവത്തെ മുറുകെ പിടിപ്പാൻ പരിശുദ്ധ പരിമല തിരുമേനി പറയുകയാണ്. ദൈവം നമ്മിൽ നിന്ന് അകലുമ്പോൾ അക്കാരണം കൊണ്ട്, ഇക്കാരണം കൊണ്ട് എന്നൊന്നും വിചാരിക്കുക, നമ്മുടെ പാവങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് എന്ന് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ഈ പരിശുദ്ധ നോമ്പിന്റെ അവസരത്തിൽ വിശുദ്ധ കുമ്പസാരം എന്ന ഉദാശയിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പുതുക്കത്തിന്റെ, രൂപാന്തരത്തിന്റെ ഭാവം, സ്വയം പരിശോധനയും അനുതാപവും നടത്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞ്
ഇനി ഇത് ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടി മുൻപോട്ട് പോകുവാൻ, നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഇന്നത്തെ ഈ വചന കേൾവി നമ്മളെ സഹായിക്കട്ടെ എന്ന് ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അധികം നോക്കൂ, നിനക്ക് സൗഖ്യമായില്ല, നിനക്ക് വേണ്ടതൊക്കെ കിട്ടി, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. So you have been made well. Do not sin anymore so that nothing worse happens to you. ഇതേ ഈ വചനം നമ്മളെ ഭരിക്കട്ടെ. ഇന്ന് ഇങ്ങനെയൊരു അവസരം തന്ന നമ്മുടെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന മർത്തമറിയം വനിതാ സമാജം വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വന്യനായ എബി അച്ഛൻ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഷിനി, ട്രഷറർ ഷീന പുന്നൂസ്, വിവിധ റീജിയൻസിന്റെ ഭാരവാഹികൾ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി അർപ്പിക്കുന്നു. ഈ പറയുന്ന എന്താണ് സമയ വ്യത്യാസമുണ്ട്, അതിർത്തികൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും അതിവേഗം ഓടുന്ന ദൈവവചനം നമ്മൾക്കിടയിൽ ക്രിയ ചെയ്ത് പ്രവർത്തിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. നിങ്ങളോടൊപ്പമായിരുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. സമയത്തിന്റെ ചുരുക്കം കാരണം അവിടെ വേഗതയേറിയ നിമിഷങ്ങളാണ് ഓരോന്നും. ഇന്ത്യൻ സമയത്തേക്കാൾ വേഗതയുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ സമയം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അധിക സമയം നീട്ടാതെ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടുമുള്ള നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. ഈ പരിശുദ്ധ നോമ്പ് ദിവസങ്ങൾ ഈ 50 ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ, ജീവിതകാലം മുഴുവനും തുടർന്നു കൊണ്ടുപോകുവാൻ, രൂപാന്തരത്തിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ, വിശ്വാസമായി കേട്ട വചനം പരിണമിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നന്ദി. 38 വർഷക്കാലം സൗഖ്യത്തിനു വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. അവനെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു വേദന അവൻ പങ്കുവച്ചു. നമ്മുടെ അടുത്ത് എത്രയോ ആളുകൾ ഈ വേദന പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ആ ശബ്ദം കേട്ടിട്ടുണ്ടോ? നമ്മൾ തിരക്കിലാണ്. ഈ ശബ്ദം ഒന്നും കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ലോകത്തിന്റെ എല്ലാ ശബ്ദങ്ങളും നമ്മൾ കേൾക്കും. ഈ മനുഷ്യൻ ഒരുപക്ഷെ 38 വർഷക്കാലം ഒരു ദിവസം 10 പേരോടെങ്കിലും ചോദിച്ചാൽ എത്ര പേരോട് സഹായം ചോദിച്ചിട്ടുണ്ടാവും? ആരും അവനെ ഗൗനിച്ചില്ല. ഏറ്റവും പ്രസിദ്ധമായ ഒരു ചെറിയ ചോദ്യമുണ്ട്. മരം എല്ലാ ദിവസവും മരം വെട്ടാൻ പോകും. മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം മരം വെട്ടുകാരോടൊരു ചോദ്യം ചോദിച്ചു. എല്ലാ ദിവസവും നിങ്ങൾ വന്ന് ഞങ്ങളുടെ ചില്ലകൾ വെട്ടി കുരിശുകൾ ഉണ്ടാക്കും. നിങ്ങൾ ഒരുപാട് കുരിശുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും എന്തേ നിങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു ക്രിസ്തു ഉണ്ടായില്ല? എത്ര വേദനപ്പെടുത്തുന്ന ഒരു ചോദ്യം. നമ്മൾ എന്തുമാത്രം പ്രസംഗിക്കുകയും സുവിശേഷം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിൽ നിന്ന് എന്താ ക്രിസ്തുവിന്റെ ഒരു ഭാവം പോലും ഉണ്ടാകാത്തത്? ക്രിസ്തു ഉണ്ടാകണ്ട. എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് ക്രിസ്തുവിന്റെ ഒരു ഭാവം പോലും ഉണ്ടാകാത്തത്? ഇതൊരു വലിയ ചോദ്യമല്ലേ? സ്വയം പരിശോധനയുടെ ഒരു സമയമല്ലേ? 4 ആളുകൾ ഒരു മനുഷ്യനെ വീടിന്റെ മുകൾ വശം ഇളക്കി താഴെയിട്ട് ഇറക്കി. The 4 people were the bearers of mat. പരസ്പരം സഹായിക്കാൻ, വേദനപ്പെടുന്നവന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ we are wasting our time for this kind of spirituality. ഇതിന് നമ്മൾ എല്ലാം ചെയ്യുന്നു എന്നൊരു തോന്നൽ വരുത്തിയിട്ട് മറ്റുള്ളവന്റെ വേദന കാണാൻ, മറ്റുള്ളവന്റെ സങ്കടങ്ങൾ കാണാൻ എന്താ നമുക്ക് കഴിയാത്തത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഒരു ജൂയിഷ് റാബായി കാണുന്ന ഒരു സ്വപ്നമുണ്ട്. അദ്ദേഹം ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. സ്വർഗവും നരകവും കാണുന്നുണ്ട്. ആദ്യം കൊണ്ടുപോയത് നരകത്തിലേക്കാണ്. നരകത്തിൽ ചെന്നപ്പോ നല്ല വിരിച്ച മേശകളൊക്കെ ഉണ്ട്, വൈറ്റ് ലിനൻസ് and round tables, and people sat in round of that. അത് ചുറ്റും ഇങ്ങനെ ഇരിക്കുക ആളുകൾ. അതിന്റെ നടുക്കൊരു വലിയ ബൗള് നിറച്ച് ഫുഡാണ്, നല്ല ഒന്നാം തരം ഭക്ഷണം ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഓരോ സ്പൂണും കൊടുത്തിട്ടുണ്ട്. But the spoon was very long so that they can take from that. The problem was that they can take from that but could not feed themselves.
അവർക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. നീളമുള്ള സ്പൂണാ, ഇതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാം സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക, അവരെല്ലാം പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ഫുഡ് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുക. ഒരാൾക്കും കഴിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ദൂതൻ അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിൽ കയറി ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷനാണ്. നല്ല മേശകൾ, വിരിച്ചിട്ട മേശകൾ, അതിന്റെ നടുക്ക് നല്ലൊരു ബൗളിൽ ഇങ്ങനെ ഫുഡ് വെച്ചിട്ടുണ്ട്, ആളുകൾ ഇങ്ങനെ ചുറ്റുമിരിക്കുന്നു, സ്പൂൺ. പക്ഷേ there was laughter there, there was singing there, they were happy, everyone was very happy. ഇയാൾ വിചാരിച്ചു അതെന്താ? ഈ കാഴ്ച കണ്ടപ്പോഴാണ് ഈ സന്തോഷത്തിന്റെ അർത്ഥം മനസ്സിലായത്. They were not feeding themselves, they were feeding others opposite sitting to him. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സ്പൂൺ എനിക്കല്ലേ കഴിക്കാൻ പറ്റാത്തതുള്ളൂ, ഇതിലെടുത്താൽ അപ്പുറത്തിരിക്കുന്നതിന് കൊടുക്കാൻ പറ്റും, അയാൾക്ക് എനിക്കും തരാൻ പറ്റും. That's the way we get into the happiness. നമുക്കെന്താ സന്തോഷം? തന്നെ കഴിക്കാൻ ശ്രമിക്കുമ്പോഴാ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ അങ്ങ് ക്ഷീണിച്ചു പോകുന്നു. നമുക്ക് തന്നെ കഴിക്കുന്നവരാ, ഒരാളുടെ ശബ്ദം കേൾക്കുന്നില്ല, നമ്മുടെ സ്വന്തം ശബ്ദം കേൾക്കാൻ തന്നെ നമുക്ക് സമയമില്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഒട്ടും സമയമില്ല. എന്റെ ശബ്ദം മറ്റുള്ളവർ കേൾക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്ക് എപ്പോഴും അല്ലേ എന്റെ ശബ്ദം മറ്റുള്ളവർ കേൾക്കണം, അല്ലേ? മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാൻ, can we listen to others rather than talking? ഇത് പറ്റാത്തപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് കൊച്ചമ്മ നമ്മെ ഓർമ്മിപ്പിച്ചത് ഈ വാക്കുകളാണ്. 38 വർഷക്കാലം കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വേദന കാണാൻ ആരുമില്ല. അവന് സൗഖ്യം കൊടുത്തതൊക്കെ നമുക്ക് പ്രസംഗിക്കാനും പറയാനും ഒക്കെ വലിയ ഇഷ്ടമാണ്, അല്ലേ? നമുക്ക് അത്ഭുതങ്ങളെ കുറിച്ച് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ അത്ഭുതങ്ങളെയൊക്കെ പറഞ്ഞ് നമുക്ക് വലിയ വർണ്ണനയൊക്കെ നടത്താൻ പറ്റും. പക്ഷേ അവന്റെ ശബ്ദം കേൾക്കാൻ ആരുമില്ലായിരുന്നു എന്നുള്ള വേദന പങ്കിടാൻ എത്ര പേർക്ക് കഴിയും? അവന്റെ വേദനയോടൊന്ന് താതാത്മ്യം പ്രാപിക്കാൻ എത്ര പേർക്ക് കഴിയും? നമ്മൾ അങ്ങനല്ലേ, നമ്മൾ കുറ്റം പറയാറുണ്ട്. നമ്മൾ പറയും, ഞാൻ രോഗിയായിരുന്നു, എന്നെ കാണാൻ ആരും വന്നില്ല, എന്നെ ആരും അത് വിളിച്ചു പോലുമില്ല. നമ്മുടെ പള്ളിയിലോ അറിയാവുന്നവരോ രോഗികളായിരുന്നു എത്ര പേരുണ്ടായിരുന്നു, ആരെങ്കിലും നിങ്ങൾ പോയി ഒന്ന് കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര പേരെ കണ്ടിട്ടായി എന്നെ ആരും കാണാൻ വന്നില്ലെന്ന് പറയുന്നത്? ഒന്ന് ചോദിച്ചു നോക്കിയേ. നമ്മൾ ജസ്റ്റ് ഒരു ഫോൺ കോൾ, ഹൗ ആർ യു ഡൂയിങ്, ആർ യു ഓക്കെ? 2 ആഴ്ചയായിട്ട് പള്ളി കാണുന്നില്ല, ആർ യു ഡൂയിങ് ഫൈൻ, വാട്ട് ഹാപ്പൻ ടു യു? ഒരു സ്നേഹത്തോടെ ഒരു ചോദ്യം, ഒരാഴ്ച പള്ളി വന്നില്ല, നമ്മൾ പറയും എവിടെങ്കിലുമൊക്കെ പോയതായിരിക്കും, നിങ്ങൾക്ക് കറങ്ങാൻ പോയതായിരിക്കും എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട് ഈ ചിലരെ കുറിച്ച്, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒക്കെ കുറിച്ച്. Do we really care for others? Then God will care for us. അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ആ വേദന പങ്കിടാൻ ഒരു സമൂഹം, that's why we are called a community, we are called a congregation, that's why we are called from one bread. ഒരേ അപ്പത്തിന്റെ അംശികളായിരുന്നു. We are partakers of the one bread, out of different breads. അത് നമ്മളെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു. അത് നോമ്പിൽ തുബുക്കോനോ കൊടുക്കുമ്പോൾ പോലും ആത്മാർത്ഥമായി കൊടുക്കുന്ന എത്ര ആളുണ്ട്? അതിലൊന്നും. ചില ആളുകൾ ആ ദിവസം പള്ളി പോലും പോകാറില്ല, കാരണം കുറച്ചു പേർക്ക് കൊടുക്കാൻ പറ്റും. ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയി, മുറിച്ചു പോയി, എനിക്ക് അയാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഇന്ന് പള്ളി പോകുന്നില്ല. അങ്ങനെ പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ എനിക്ക് വെറുതെ പറയുന്നത് അല്ല, എനിക്കറിയാം, നേരിട്ടറിയാവുന്ന ആളുകൾ. ഞാൻ ഒരാളോട് പള്ളിയിൽ എന്താ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ, എനിക്ക് ആരെ ഒന്നും മുഖത്ത് നോക്കാൻ വയ്യ, അതുകൊണ്ട് ആ ദിവസം വന്നില്ല. ഉള്ളത് പറഞ്ഞു, സത്യസന്ധനാണ്. ഞാൻ പറഞ്ഞത് 38 വർഷക്കാലം, നമ്മൾ എത്രയോ വർഷക്കാലമായി നമ്മുടെ പ്രായം വെച്ചത് നോക്കിക്കേ, നമ്മൾ കുളക്കരയിൽ കിടക്കുക, നമ്മുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല. നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ ഒരുപാട് പേര് കിടക്കുന്നുണ്ട്, ഈ കുളത്തിന് ചുറ്റും നമ്മൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും, പക്ഷേ ആരും സൗഖ്യമാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ വാക്കുകൾ അത് നമ്മളെ ആ ഒരു ലെവലിലേക്ക്, ആ ഒരു അർത്ഥത്തിലേക്ക് ചിന്തിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. പ്രിയപ്പെട്ട കൊച്ചമ്മയോട് എല്ലാ സ്നേഹവും എല്ലാ നന്ദിയും ഈ ഭദ്രാസനത്തിന്റെ MMVSന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ശക്തിയും കൃപയും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും
സ്നേഹപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. കുടുംബത്തെ ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈസ്റ്ററിന് മുമ്പ് ഇനി കാണാത്തോട് ഈസ്റ്ററിന്റെ എല്ലാ പ്രത്യാശയും പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് നേരത്തെ നേരുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Acha, and thank you, Vinny Kochumma, for that wonderful message. ആ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഓവർലുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും സിമ്പത്തൈസ്, ആ 38 വർഷക്കാലം ഒരാൾ അവിടെ കഷ്ടപ്പെട്ട് he was there for 38 years without anybody's help. ആ ഭാഗമാണ് നമ്മൾ കൂടുതലും മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, he was there for 38 years and nobody helped. പക്ഷേ അതിന്റെ അടുത്തുള്ള വാചനം പുള്ളിക്കാരൻ പറയുന്നത് he was not helped by anybody. അത് പലപ്പോഴും ഒരു സിമ്പത്തിക്കാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. And we overlook the hidden meaning that he is still complaining about his lack, about what others are not able to do for him. അത് നമ്മൾ പലപ്പോഴും ഓവർലുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. That is what you emphasize today, and thank you so much for that thought-provoking message, Kochumma. ഞാൻ പാപം ചെയ്യാതിരിക്കാനായി എന്താണ് ആവശ്യം? If we ask ourselves, എൻ്റെ ദൈവമേ, നിന്റെ വചനമാണ് ആവശ്യം. വചനം വായിക്കാനും പഠിക്കാനുമല്ല, നമ്മൾ പലപ്പോഴും അതാണ് സ്ട്രെസ് ചെയ്യുന്നത്. We have to study the word of God. But what is more important is we have to live the word of God. The word of God should be in us and we should be living in the word of God. God is pleased in we living his word and not just studying and meditating, though that is the primary requirement. And as you said, Kochumma, God's word is a double-edged sword, and so is ours. നമ്മൾ എന്ത് പറയുന്നു അതും ഇമ്പോർട്ടൻ്റ് ആണ്. So let us all plead to our Lord to let his Holy Spirit guide us. Let the word lead us in his light. And our word should be able to give peace to others and not a sword. For that, realizing that we are saved by his blood, that is important. We should not be asking again and again, am I saved? Instead we should be turning that into I am saved. ആ ഉറച്ച വിശ്വാസം നമുക്ക് വേണം. I am saved by the blood of the Lamb. അത് അറിഞ്ഞാൽ we will not rely on what others are not doing, but what we can do for him. How I can support others in our limits. Thank you, Kochumma. Let the world see and smell Christ in us and through us. We pray, Kochumma, that may you and Achin continue your ministry for Christ. Our prayers are always with you. Thank you, Kochumma. Moving on to our prayer today, we read in Philippians chapter 4, verse 6 through 7. Likewise, the Spirit helps us in our weakness, for we do not know what to pray for as we ought, but the Spirit himself intercedes for us with groanings too deep for words. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. Placing our offerings to the Lord, പ്രാർത്ഥനയോടുകൂടി. We remember the Catholicate of our church, His Holiness, our Baba Tirumeni, all our Tirumenis leading the various dioceses of our church, especially our shepherd, Ivanius Tirumeni, our diocesan metropolitan, all the leaders and all the anointed in different denominations. Pray for the ordination anniversary of Serafin Tirumeni. We submit all our clergies, deacons and subdeacons, acolytes and altar boys, and all the clergies in our sister diocese of the American continent, Canada and the Northeastern diocese as well. All the leaders of various spiritual organizations, all our former and current MMES leaders at diocese, regional and unit levels. All our spiritual organizations like Sunday School, MGOSISM, OCYM, Focus, Senior Citizens, and others, submitting all in prayer today. Praying for our homeland, India, our country where we left our roots,
the country where we have now come, the country that we have made our home, God willing. ഈ പ്രാർത്ഥന കുറെ പേർക്ക് ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. They would like to thank the Lord for all their blessings. തുടർന്നും ഇത് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Birthdays celebrate ചെയ്യുന്ന ജോബിൻ and all others who have requested to pray for this month. Wedding anniversary celebrate ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Praying for their continued togetherness and a renewed life in Christ. Thank our Lord thousandfold for the little blessings that He gave in each of these families' arms. There were many who had requested prayers to see the little ones. All those who have welcomed a baby, for those who are waiting in anticipation for the next generation. We request, Lord, we plead that you see each one of them. For those who are for those who are crying because of their children, for those who are praying to conceive. We pray for those who do not desire to have a family, for those who are bound by the thoughts of this secular world today, who do not want to extend their family. Like you blessed many, Lord, bless them, we pray. Let us submit each one of them into God's caring hands. We ask that God move their hearts as we pray. Pray for all those who are attempting their exams. We submit them, all those kids, at your feet. Bless them with wisdom. സിക്കായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിങ്കോലിൽ അച്ഛൻ, വി സി വർഗീസ് അച്ഛൻ, അനിത കൊച്ചമ്മ, അശോക്, ജയൻ, ആനി ഫിലിപ്പോസ്, തോമസ്, എലിഷിബ എന്നിവരെ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. There are our mothers who have requested prayers. Achama and Iliama, Ponnamma auntie, who are bearing pain every day. They have requested that we plead to God for them. ദൈവമേ അവരുടെ വേദന മാറ്റണമേ, അവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യം പ്രാപിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ നീ അവിടുന്ന് ദയ തോന്നണമേ. Stretch out your healing hand and touch each one of them, Lord, എന്ന് നമുക്ക് അപേക്ഷിക്കാം. Thanking a lot for all those who had been traveling and who have returned back safely to their homes. Pray for the caretakers who give their whole and soul in serving their loved ones. Pray that God gives them immense power and strength, especially Sarama Matthew auntie, Elizabeth auntie, and all who we know are attending their beloved ones, their husbands, grandsons, parents, children who are sick. We submit each one of them, even though there might be many who have not requested. We remember them if we know them locally. We remember them and submit them in our prayers. Praying for the building of the churches in various places. The church in Atlanta, St. Thomas Church, St. Barnabas, St. Gregorius Church in Detroit. Pray that God give them a house of prayer, and may it all those churches being built be done for the glory of God. Praying for our MMES annual conference to be held in Los Angeles this year. We pray that God in His eternal mercy move the hearts of our dear people to come together in His name and worship Him. Pray for the younger generations ahead of us. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Ask that, Lord, lead them in your light. Align their desires according to your will. Pray for the ones who went ahead of us, who departed from us, from this world. Pothan Joseph, George Joseph, Tangama Abraham, Cherian Thomas, George P.M., Matthew. Pray for their families and the brokenness that they are into now. Pray for their wounded soul, that in the absence of their loved ones, they may be strengthened. Pray that God in His abundant mercy comfort them. Pray for the people stuck in the war zone areas, struggling every single day for a morsel of food. For those traveling and stuck in uncertainty in places because of war. For Jacob and Prakashichin. For all those struggling in pain with cancer, who is in trauma every single day. Pray for those who are weeping in difficult relationships.
for those who do not have a home of their own, for those who are struggling with dementia, Alzheimer's, Parkinson's, for those struggling with their day-to-day needs in their old age, for the young mothers, new mothers who are in their postpartum period, for the weeping parents, for those who are fighting for their rights, for those who are praying for spiritual growth, for those who are praying for job, pray that Lord will stretch out his healing hand, his mercy, and heal all of them. Pray for those who are deaf and hard of hearing. Pray for the kids who are graduating this year, for those who are pursuing higher studies, for those who are lacking in their career decisions, for all our first responders, for all our leaders. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. For all the churches and leaders of our churches, for the priests of our churches, for all the voluntary and charitable organizations, to impart wisdom to those in leadership. Pray for the world peace. Pray that, Lord, in your great mercy, let it be kindly done to us, Lord, to make us spiritually aware, to be prepared with our oil at your second coming. For the coming persecutions, pray that God gives us his strength to withstand in the coming tribulations, to be grounded in our faith, that he grows our faith as big as the mustard seed at the right time, submitting every prayer and petition at our Lord's feet and knocking hard on his door. I request Jijo Yohanan to raise these petitions in prayer for all of us gathered here. Jijo? Jijo, have you joined? Jijo, have you joined? Oh, you're not able to unmute. Let me check. Can you check now? Are you able to unmute now? I've sent you the request. You cannot, anyone other can do that? She has joined, Acha. She is on the call. Do you want to and log back in? Right? Or try any other way? If you cannot unmute, anyone can do that. Anyone can pray. Anyone can volunteer. കാരുണ്യവാനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളെന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവേ. എത്ര ആയിരങ്ങൾ കിട്ടാതെ പോയ സമയം ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ തൃപ്പാദം ചേർന്ന് വരാൻ ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. നീ തരുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതെന്ന് കരുതി ദൈവത്തെ അറിഞ്ഞ് ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. വചന കേൾവിയിലൂടെ ഞങ്ങൾ കേൾക്കുന്ന ഓരോ നല്ല കാര്യങ്ങളും ജീവിതത്തിൽ അത് അനുഭവമാക്കി തീർക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവേ. നീ തരുന്ന ആരോഗ്യത്തിനായിട്ട്, സുഖസമാധാനത്തിനായിട്ട് ആയിരം ആയിരം സ്തോത്രം. എത്ര ആയിരങ്ങൾ കർത്താവേ സഹിക്കാൻ വയ്യാത്ത രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു. എത്ര പേരുടെ പേര് ഞങ്ങൾ കേട്ടു കർത്താവേ. ദൈവികമായ ഒരു കരുതലും ആശ്വാസവും അവർക്ക് നൽകി കൊടുക്കണമേ. ദൈവത്തിരുമുഖത്ത് നോക്കുവാൻ, ആശ്വാസം കണ്ടെത്താൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ ഒരുപോലെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവേ. ലഹരി മൂലം കർത്താവേ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന കർത്താവേ, ഒരു രൂപാന്തരം ഈ നോമ്പിൻ്റെ കാലയളവിലെങ്കിലും ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാൻ,
ദൈവം നൽകിയ സ്വന്തം ശരീരം പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ആ ദുർമാർഗത്തിൽ നിന്ന് അവരെ വേർതിരിച്ച് ദൈവമുള്ള മക്കളാക്കി തീർക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുടുംബങ്ങളിൽ പരസ്പര സ്നേഹമില്ലാതെ നിസ്സാര കാര്യത്തിന് പോലും കർത്താവേ വഴക്കടിച്ച് കർത്താവേ കുടുംബജീവിതം എത്രയോ പേര് നശിപ്പിച്ചു കളയും തമ്പുരാനെ. ദൈവം കൂട്ടിച്ചേർത്തതിനെ വേർതിരിക്കാൻ അവിടുന്ന് സമ്മതിക്കല്ലേ കർത്താവേ. കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനം തന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുടുംബമായിട്ടും സമർപ്പിക്കുന്ന പിതാവേ, ദൈവമുള്ള കുഞ്ഞുങ്ങളാക്കി അവരെ രൂപാന്തരപ്പെടുത്തി തരണം. ദൈവത്തിനും ദേശത്തിനും കൊള്ളാവുന്നവരാക്കി മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാതാപിതാക്കൾക്കും കർത്താവെ കുഞ്ഞുങ്ങൾക്കും മാതൃകയുള്ളവരായി ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. പലപ്പോഴും ഞങ്ങൾ ആവശ്യങ്ങൾ മാത്രം തിരുമുമ്പിൽ നിരത്തുന്നവരാകുന്നു കർത്താവെ. ദൈവം തന്ന എല്ലാ നല്ല ദാനങ്ങളും അനുഭവിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ യേശുവേ ഞങ്ങളോടും കരുണ കാണിക്കണേ കർത്താവേ. ഓരോ നിമിഷവും നിന്റേതാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ കർത്താവേ. മരണനിഴൽ പോലെ ഞങ്ങളെ പിന്തുടർന്നു കർത്താവേ. എങ്കിലും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട സമയം വരുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, തിരുമുമ്പിൽ നന്ദിയല്ലാതെ ഒന്നുമില്ല കർത്താവേ. കരുണയോടെ ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ കർത്താവേ. വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ബോധം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളിൽ നിന്നും കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരുടെയും ഞങ്ങളുടെയും കുറവുകൾ ഓർക്കല്ലേ കർത്താവേ. അപ്പോൾ അവിടുന്ന് വീണ്ടും വരുമ്പോൾ ആ ദൈവസന്നിധിയിൽ അവരും ഞങ്ങളും പരസ്പരം കാണുവാൻ അത് ഞങ്ങൾക്ക് ഇടയാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ അച്ഛന്മാരെയും ഒന്നായിട്ട് ഞങ്ങളുടെ സഭയെ മുഴുവനും തൃപ്പാദത്തിൽ വയ്ക്കുന്ന കർത്താവേ. ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തുന്ന മക്കളാക്കി ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ രോഗികളെ ഒരിക്കൽ കൂടി തിരുമുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവെ, അത്ഭുത സൗഖ്യവും സമാധാനവും കൊടുക്കണമേ. വാർദ്ധക്യത്തിലുള്ളവരോട് കരുണ തോന്നണേ കർത്താവെ. വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടിലൂടെ കടക്കുമ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിച്ച് നിരാശപ്പെടാൻ ഇടയാകാതെ കർത്താവെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തോട് കരുണ തോന്നണേ കർത്താവേ. ലോക സമാധാനം സ്ഥാപിച്ചു തരണമേ കർത്താവേ. ഇഴയാടി എൻ്റെ കുറവുള്ള പ്രാർത്ഥനയെന്ന് സമ്മതിക്കുന്നു. പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണം, എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് കരുണയോട് ഉത്തരവരുളി ചെയ്യണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിൽ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.